Theorem 4. On each compact oriented end surface S in Rn+1, there exists a point P such that the second fundamental form at P is definite. According to the theorem, we have a compact oriented end surface S. So we can find a P such that P in S such that the second fundamental form at P is definite. The idea of the proof is to enclose S in a large sphere and then shrink the sphere until it touches S. At the point of contact, this is the figure, at this point of contact, S will be bounded, the normal curvature of S will be bounded away from 0 by the normal curvature of the sphere. We define a function g from Rn+1 to R by the g is given by g of x1, x2, etc. xn plus 1 is equal to x1 square plus x2 square plus etc. plus xn plus 1 square. നമുക്ക് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് എസ് കോമ്പാക്റ്റ് ആണെന്ന്. എസ് കോമ്പാക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ there exists P belongs to S such that g of P greater than or equal to g of Q. So we have a result. Since S is compact and G is continuous function defined on S, we have every continuous function defined on a compact set has a minimum and a maximum. അപ്പോൾ ഈ റിസൾട്ട് പ്രകാരം നമുക്ക് ഒരു ക്യൂ കണ്ടെത്താം where g of P is greater than or equal to g of Q for all Q belongs to S. So by Lagrange multiplier theorem, there exists a lambda belongs to R such that del g of P is equal to lambda into del f of P. n of P നമുക്ക് n of P equal to plus or minus del f of P by norm del f of P എന്ന് എഴുതാം. അപ്പോൾ del g of P എന്താണ്? ലാംഡ ഇൻറ്റു del f of P which is equal to plus or minus ഈ del f of Pക്ക് പകരം നമുക്ക് n of P ഇൻറ്റു norm del f of P എന്ന് എഴുതാം. അപ്പം പ്ലസ് ഓർ മൈനസ് ലാംഡ ഇൻറ്റു നോം ഡെൽ എഫ് ഓഫ് പി ഇൻറ്റു എൻ ഓഫ് പി വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ ഡെൽ എഫ് ഓഫ് പിക്ക് ഡെൽ ലാംഡ പ്ലസ് ഓർ മൈനസ് ലാംഡ ഇൻറ്റു നോം ഡെൽ എഫ് ഓഫ് പി ഇത്രയ്ക്കും പകരം നമുക്ക് മ്യൂ എന്ന് കൊടുക്കാം, പിന്നെ എൻ ഓഫ് പി എന്ന് എഴുതാം. ദ സൈൻ ഓഫ് മ്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി ഓറിയൻറ്റേഷൻ ഓഫ് എസ്. അപ്പോൾ മ്യൂവിൻ്റെ സൈൻ എന്താണ്? എസിൻ്റെ നമ്മുടെ സർഫസിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് ഡിഫർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ രണ്ട് കേസസ് അറൈസ് ചെയ്യും. അതായത് മ്യൂ ലെസ് ദാൻ 0 ആൻഡ് മ്യൂ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ കൺസിഡർ ദി കേസ് വെയർ മ്യൂ ഇസ് ലെസ് ദാൻ 0, ദാറ്റ് ഇസ് എസ് ഈസ് ഓറിയൻറ്റഡ് ബൈ ഇറ്റ്സ് ഇൻവേർഡ് നോർമൽ. മ്യൂ ഇസ് ലെസ് ദാൻ 0. അപ്പോൾ മ്യൂവിനെ നമുക്ക് എന്ത് എഴുതാം? മൈനസ് ഓഫ് മോഡ് മ്യൂ എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് മോഡ് മ്യൂ ഇൻറ്റു 1 എന്ന് എഴുതാം. അപ്പോൾ ഈ 1ന് പകരം നമുക്ക് എന്ത് എഴുതാം? നോം എൻ ഓഫ് പി എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് മോഡ് മ്യൂ ഇൻറ്റു എൻ ഓഫ് പി, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് നോം ഡെൽ ജി ഓഫ് പി. അതായത് മ്യൂ എൻ ഓഫ് പിനെ നമുക്ക് ഡെൽ ജി ഓഫ് പി എന്ന് എഴുതാം. ഫ്രം ഹിയർ മ്യൂ എൻ ഓഫ് പിനെ ഡെൽ ജി ഓഫ് പി എന്ന് നമ്മൾ എഴുതി. മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു നോം പി. ഇവിടെ നോക്കൂ, നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ എന്താണ്? ജി ഓഫ് x1, x2, എക്സെട്ര xn പ്ലസ് 1 ഇസ് ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് xn പ്ലസ് 1 സ്ക്വയർ അല്ലേ. അപ്പോൾ ഡെൽ ജി ഓഫ് പിനെ നമുക്ക് p 2x എക്സെട്ര 2xn പ്ലസ് 1 എന്ന് എഴുതാം. എന്നിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു നമ്മൾ, വിച്ച് ഇസ് ഈക്വൽ ടു p, 2p എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 2 വെളിയിൽ പുറത്തെടുത്തിട്ട് 2 ഇൻറ്റു പി പി എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഡെൽ ജി ഓഫ് പിനെ 2 ഇൻറ്റു നോം പി എന്ന് എഴുതാം. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു നോം പി. ഈ ഡെൽ ജി ഓഫ് പിനെ നമ്മൾ എന്തെഴുതി? നോം പി എന്ന് എഴുതി. അപ്പോൾ എൻ ഓഫ് പി ഇസ് ഈക്വൽ ടു ഡെൽ ജി ഓഫ് പി ബൈ മ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. എൻ ഓഫ് പി ഇസ് ഈക്വൽ ടു ഡെൽ ജി ഓഫ് പി ബൈ മ്യൂ എന്ന്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ഈ മ്യൂവിന് പകരം ഇവിടെ എന്താണ്? 1 ബൈ മ്യൂ. 1 ബൈ മ്യൂ എടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് 1 ബൈ 2 നോം പി ഇൻറ്റു 2 ഇൻറ്റു പി കോമ പി. ഡെൽ ജി ഓഫ് പിക്ക് പകരം 2 ഇൻറ്റു പി കോമ പി എന്ന് എഴുതി. എൻ ഓഫ് പി ഇസ് ഈക്വൽ ടു മൈനസ് പി പി ബൈ നോം പി എന്ന് എഴുതി. ഇനി നൗ വി കൺസിഡർ എ വെക്റ്റർ വി ബിലോങ്സ് ടു എസ് പി സച്ച് ദാറ്റ് നോം of the vector v is equal to 1.
Let alpha from I to S be any parameterized curve such that alpha of t naught equal to p and alpha dot of t naught equal to v. അപ്പോൾ നമുക്കതിൻ്റെ കോമ്പോസിഷൻ വിത്ത് ജി എടുക്കാം. അതായത് ആൽഫേൻ്റെ കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ ആൽഫ ഓഫ് ടി നോട്ട് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ആൽഫ ഓഫ് ടി ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഐ. അതെങ്ങനെ അവിടെ പറയാൻ പറ്റിയേ? നമ്മളിവിടെ പറഞ്ഞില്ലേ എന്തായിരുന്നു? അതായത് സിൻസ് എസ് കോമ്പാക്റ്റ് ആണ്, ജി കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ we have every continuous function defined on a compact set has a maximum and minimum എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ജി ഓഫ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ടി എന്ന് പറഞ്ഞില്ലേ? അതേ പ്രോപ്പർട്ടി തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാം. ജി ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് അറ്റ് പോയിന്റ് ടി നോട്ട് ആൻഡ് ടി എന്താണ് ഒരു ഫംഗ്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇറ്റ് ഹാസ് എ മാക്സിമം ആൻഡ് എ മിനിമം. This implies g of alpha has a minimum at t is equal to t naught. By the second derivative test for maximum and minimum നമുക്ക് എന്ത് എഴുതാം? ഡി സ്ക്വയർ, ഇവിടെ ഒരു മാക്സിമം ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ അറ്റ് ടി നോട്ട് ഓഫ് ജി ഓഫ് ആൽഫ, ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് ജി ഓഫ് ആൽഫ അറ്റ് ടി നോട്ട് should be less than or equal to 0 by second derivative test for maximum. That is d by dt of g of alpha dash of t. ഇതിന് നമ്മൾ ഡി സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവിനെ എന്തെഴുതി? ഡി ബൈ ഡി ടി ഓഫ് ജി ഓഫ് ആൽഫ ഡാഷ് ഓഫ് ടി അറ്റ് ടി നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ജി ഓഫ് ആൽഫ ഓഫ് ടി ഇൻറ്റു ആൽഫ ഡോട്ട് ഓഫ് ടി അറ്റ് ടി നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ചെയിൻ റൂൾ പ്രകാരം നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ഇനി നമുക്കിതിൻ്റെ വെക്റ്റർ ഫോം എഴുതാം. അപ്പോൾ എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് ആൽഫ ഓഫ് ടി കോമ 2 ഇൻറ്റു ആൽഫ ഓഫ് ടി ഇൻറ്റു ആൽഫ ഓഫ് ടി ഇൻറ്റു ആൽഫ ഡോട്ട് ഓഫ് ടി. അതായത് ഇതിൻ്റെ വെക്റ്റർ ഫോം. ഇതെങ്ങനെ 2 ഇൻറ്റു ആൽഫ ഓഫ് ടി കിട്ടി? നമ്മളിവിടെ എവിടെയാണ് ഡെൽ ജി ഓഫ് പിനെ നമുക്ക് 2 ഇൻറ്റു പി പിന്ന് എഴുതിയില്ലേ? അതുകൊണ്ട് ഡെൽ ജി ഓഫ് ആൽഫ ഓഫ് ടീനെ ആൽഫ ഓഫ് ടി 2 ഇൻറ്റു ആൽഫ ഓഫ് ടി. ഇത് വെക്റ്റർ ഫോമാണ് ഇതിൻ്റെ. ഇനി അടുത്ത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. ഡി ബൈ ഡി ടി ഓഫ് 2 ആൽഫ ഓഫ് ടി ഇൻറ്റു ആൽഫ ഡോട്ട് ഓഫ് ടി അറ്റ് ടി നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം? നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അറ്റ് ടി നോട്ട്. ഇനി നമുക്ക് ടിക്ക് പകരം എല്ലാം ടി നോട്ട് കൊടുക്കാം. ഇനി അടുത്ത് ഇതിൻ്റെ വെക്റ്റർ ഫോം നമ്മൾ എഴുതി. അതായത് ആൽഫ ഓഫ് ടി നോട്ടിന് പകരം ആൽഫ ഓഫ് ടി നോട്ട് ആൽഫ ഓഫ് ടി നോട്ട് ഇൻറ്റു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ടിന് പകരം ആൽഫ ഓഫ് ടി നോട്ട് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട്. ഇനി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? നോം ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് ടി ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ 2 ഇൻറ്റു പി പി, ഇതിനെ പി പി എന്ന് എഴുതി. ഇവിടെ പി ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് എന്ന് എഴുതി. ഇതിന് പകരം നമ്മൾ എന്ത് എഴുതി? നോം വി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നോം വി എന്താണ്? 1 ആണെന്ന്. ഇനി ഈ പി പിക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ഈ പി പിക്ക് പകരം എൻ ഓഫ് പി ഇൻറ്റു നോം പി എന്ന് എഴുതാം. മൈനസ് ഓഫ് എൻ ഓഫ് പി ഇൻറ്റു നോം പി. അപ്പോൾ നമ്മളത് അവിടെ എഴുതി. ഇനി ഇതിന് പകരം ഇത് എഴുതി. ഈ നോം വി സ്ക്വയറിന് പകരം 1 എഴുതി. നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? 1 മൈനസ് എൻ ഓഫ് പി ഇൻറ്റു നോം പി ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ എൻ ഓഫ് പി ഇൻറ്റു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ടിനെ നമുക്ക് കാപ്പ ഓഫ് വി എന്ന് എഴുതാം. ദറ്റ് ഈസ് 1 മൈനസ് നോം പി ഇൻറ്റു കാപ്പ ഓഫ് വി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് നോം പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ദിസ് കാപ്പ ഓഫ് വി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ നോം പി ഫോർ ഓൾ ഡയറക്ഷൻസ് ഓഫ് വി ബിലോങ്സ് ടു എസ് പി എന്ന് കിട്ടി. നമുക്ക് എന്ത് പറയാം? അങ്ങനെ if S were oriented so that mu is equal to del g of p into n of p is greater than 0, then the normal curvature, അപ്പോൾ നമ്മുടെ ഈ curvature would change sign so that kappa of v less than or equal to -1 by norm p. അതായത് നമ്മളിപ്പോൾ ഇവിടെ mu less than 0ൻ്റെ കേസല്ലേ പറഞ്ഞത്. അപ്പോൾ mu greater than 0 ആകുമ്പോൾ ഉള്ള കേസാണിത്. for all directions v at p. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? SP is either positive definite or negative definite എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതായത് ഈ കാപ്പ ഓഫ് വിൻ്റെ നേച്ചർ വെച്ചിട്ട്.
അപ്പോൾ നമുക്ക് കൺക്ലൂഷനായിട്ട് എന്ത് പറയാം, എസ് പി ഒന്നുകിൽ പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കും. ഇൻ ജനറൽ എസ് പി ഇസ് ഡെഫിനിറ്റ് എന്ന് നമുക്ക് പറയാം. അതായത് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം അറ്റ് പി ഇസ് ഡെഫിനിറ്റ് എന്ന് നമുക്ക് കണ്ടു.